ഇടേ ഒരു ചെറിയ പ്രോഗ്രാമാണ്. അപ്പോൾ പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുന്നത് മുകേഷ് ചേട്ടനും ശിവയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എവിടെയോ ഒന്ന് കറങ്ങാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും ഒന്ന് പോയി നോക്കാം. എന്താണെന്നുള്ള വിശേഷം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും കേട്ടോ. സംഗതി ഇതാണടേ, നമ്മുടെ സ്വന്തം പഞ്ചായത്ത് നടക്കുന്ന ഒരു ഫെസ്റ്റാണ്. അടിപൊളിയായിരുന്നടേ. പല സെഷനായിട്ടാണ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, കറിക്കത്തിയും പിന്നെ നമുക്ക് ഇറച്ചിക്കറി വെക്കാനുള്ള ചട്ടിയൊക്കെ ഉണ്ട്. അപ്പം നിത്യോപയോഗ സാധനങ്ങളെല്ലാം ഒരു സെഷനും, പിന്നീട് നമുക്ക് എന്താണ് ഡ്രസ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേറൊരു സെഷൻ. പിന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ആ എൻട്രൻസിന്റെ അവിടെ ഉണ്ടല്ലോ കുറേ യൂസ്ഡ് വെഹിക്കിൾസിന്റെ ഒരു പവലിയൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഐറ്റംസ് ഒന്നും അങ്ങ് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളതൊന്നും അല്ല. നമുക്ക് മേടിക്കാൻ പറ്റുന്ന, സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ, ഇതൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാനാ. കളർഫുൾ ആയിട്ട് ഗ്ലാസും നമ്മുടെ ഫുഡ് ഐറ്റംസ്, സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. ഞങ്ങൾ ഇവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്യും. ഇതാണ് ഞങ്ങളുടെ മെയിൻ ഏരിയ. ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ എന്തോ ഒരു ചന്തമാണ്. അപ്പോൾ തന്നെ എൻ്റെ അച്ഛനും അമ്മയും ചെന്ന് ഒരു പഴയ പരിചയക്കാരിയുമായിട്ട് പരിചയമൊക്കെ പുതുക്കിയാണ് കേട്ടോ. അടുത്ത സെഷൻ എന്ന് പറയുന്നത് പെറ്റ് ഷോപ്പാണ്. നമ്മൾ നേരത്തെ നമ്മുടെ കൊല്ലം ഫെസ്റ്റിന് പോയപ്പോൾ ഒക്കെ കണ്ട കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് സെഷൻ എന്ന് പറയുമ്പോഴത്തേനും കുറേ ഫിഷിന്റെ ഏരിയാസ് ആണ്. ഫിഷ് എന്ന് പറയുമ്പോഴത്തേനും എനിക്ക് അതിന്റെ പേരൊന്നും ഇപ്പോഴും അറിയത്തില്ലടേ. അപ്പൊ കണ്ട ഫിഷ്, നല്ല ഭംഗിയുള്ള ഫിഷിനെ കണ്ടതൊക്കെ കുറേ എടുത്തു. പിന്നെ ഒരു മുള്ളം പന്നി കിടന്നിട്ട് എന്തോ ഓട്ടമാണെന്നറിയാവോ ഇതിനകത്ത് കിടന്നിട്ട്, അത് ഇതിൽ നിന്ന് ചാടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കുറേ നല്ല നല്ല ഭംഗിയുള്ള പെറ്റ്സും ഒക്കെ കുറേ ഐറ്റംസിനൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും വലിയ തിരക്കിലിടെ. നമ്മൾ മറ്റേ വലിയ എക്സിബിഷനൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, അവിടെ നമുക്ക് തിക്കി തിരക്കിയിട്ട് ഇതുങ്ങൾക്ക് പോലും ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത കണക്ക് നമുക്ക് ഫീൽ ചെയ്യും. ഒരു എലിക്കുട്ടൻ കണ്ടോ എന്നെ നോക്കിയിട്ട് കോക്കറി കുത്തുവാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഒരു അണ്ണാൻ കുഞ്ഞ് തൊട്ടിലി കിടന്നുറങ്ങുന്നു. ഇനി നമ്മളെങ്ങാണ് ഇതിനെ വല്ലതും ചെയ്യുമെന്നാന്ന് തോന്നുന്നു അടുത്തിരിക്കുന്ന ആൾ എത്തി വലിഞ്ഞ് നോക്കുന്നത്. എന്തായാലും അവരെ ശല്യം ചെയ്യാതെ ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോയി. ഒരു മേലും കുഞ്ഞ് കിടന്ന് ഓടിക്കളിക്കുന്നു. നമ്മൾ എത്തിയപ്പോഴത്തേനും ചാടിത്തുള്ളി നമ്മുടെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ. പിന്നെ അതേണ്ട ഒരമ്മയും കുറെ കുഞ്ഞുങ്ങളുമായിട്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ ആരെങ്കിലും തപ്പിക്കൊണ്ടുപോകാൻ വന്നയാന്ന് വിചാരിച്ചാന്ന് തോന്നുന്നു. ആ അമ്മയ്ക്ക് ഒരു സമാധാനവും ഇല്ലാതെ അത് പിന്നെ ആ ഗ്രില്ലിന്റെ ഒക്കെ ഇടയിൽ കൂടെ കിടന്ന് എത്തി നോക്കുമായിരുന്നു. പിന്നെ കുറേ റാണിമാരൊക്കെ വന്നിരിപ്പുണ്ട്. പിന്നെ അത് കൂടാഞ്ഞിട്ട് നല്ല ഭംഗിയുള്ള ബേർഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മളെ ഒരു ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികളെയൊക്കെ സന്തോഷിപ്പിക്കാൻ പറ്റിയ കുറെ ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നടേ. ഈ കക്ഷി ഉണ്ടല്ലോ, സംഗതി കോഴിയാണെങ്കിൽ ഇരുട്ടത്ത് കണ്ടാൽ ഞാൻ നല്ലതുപോലെ പേടിച്ചു പോയേനടേ. അമ്മാതിരി ഒരു ഐറ്റം. സത്യത്തിൽ ഇതെല്ലാം നമ്മളെ കണ്ട് പേടിച്ചിരിപ്പാടെ. അതും കൂട്ടിനകത്തോടെ രക്ഷപ്പെടാൻ പറ്റുമോ? അങ്ങനെ പേടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് വേറൊരു ഐറ്റം ഒരു പാട്ടക്കകത്ത് കിടക്കുന്നത്. അപ്പോൾ പുളിച്ചിരി കഴിഞ്ഞപ്പോഴത്തേനും ഒരു പുള്ളിക്കാരൻ അതിനെടുത്ത് കയ്യിലും ചുറ്റിക്കൊണ്ട് കിടക്കുന്നു. പിന്നെ ഒരു മക്കാവോ, ഇത് മക്കാവോ എന്നാന്ന് തോന്നുന്നു ഇതിൻ്റെ പേര്. അപ്പം സംഗതി നമുക്ക് തൊട്ടൊക്കെ നോക്കണമെങ്കിൽ കാശ് കൊടുക്കണം. അപ്പോൾ നമ്മളെ കണ്ടപ്പോഴത്തേനും പുള്ളിക്കാരൻ ഇതെടുത്ത് കഴുത്തിലിട്ട് നല്ല ഷോയൊക്കെ ആയിരുന്നു കേട്ടോ. സംഗതി പാമ്പാണേ. എനിക്ക് നല്ല പേടിയുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ അടുത്തോട്ട് പോയില്ല, ദൂരെ നിന്നുള്ള കാഴ്ചകളെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞങ്ങൾ ശിവയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് കേട്ടോ. പെൻസിലും പേനയും ഒക്കെ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു ഏരിയയിലും നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ. കുറേ കമ്മലിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം പക്ഷെ വലിയ വലിയ കമ്മലുകളാണ്. അപ്പം ഞാനത് ഒരുപാട് ഉപയോഗിക്കാത്ത കാരണം നമ്മൾ അടുത്ത ഏരിയയിലോട്ട് പോയി. അപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കുറേ ക്യാപ്പും സംഗതികളും ഒക്കെയാണ്. പിന്നാണ് ഏറ്റവും സൂപ്പറായിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുന്നത്. എന്തോ ഭംഗിയാണ്. എത്ര റൈഡുകളാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് അറിയാവോ? ചുമ്മാ വല്ലടെ, അകത്തൊന്നും അധികം ആളെ നമുക്ക് കാണാൻ പറ്റാഞ്ഞത്. എല്ലാരും ഇവിടെ വന്ന് നിൽക്കുവാന്നേ. ആദ്യം നമ്മൾ അങ്ങോട്ട് ആ റൈഡിന്റെ സെഷനിലോട്ട് ചെല്ലുമ്പോൾ ഈ ഡ്രാഗണെയാണ് കണ്ടത് കേട്ടോ. അപ്പോഴേ ശിവയ്ക്ക് അതിൽ കയറണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. നമുക്ക് നോക്കാം എന്നും പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്ത് മറ്റു റൈഡുകളും ഒക്കെ കാണാൻ പോയി കേട്ടോ. ആദ്യം കണ്ടിട്ട് വേണമല്ലോ ഇതിൽ ഏതിലൊക്കെ കയറണമെന്ന് ആലോചിക്കാൻ. അങ്ങനെ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബൈക്ക്, പിന്നെ കാറുണ്ട്. അതുപോലെ തന്നെ വേറെ കുറേ ഐറ്റംസ് ഉണ്ട്. ഏതാണ്ട് കുഞ്ഞായിരുന്നപ്പോൾ ശിവ ഇതിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ, ഒത്തിരി ചെറുതിലെ ട്രെയിനൊക്കെ. പിന്നെ അതുപോലെ തന്നെ വേറൊരു യമണ്ടൻ ഐറ്റം ഉണ്ട്. ഇതാണ് സംഗതി. ഇതാണ് മരണക്കിണർ. അപ്പൊ ഈ പേര് കേട്ടപ്പോൾ തന്നെ അത് വല്ലാത്ത അനൗൺസ്മെന്റ് ആണ് കേട്ടോ അവിടെ നടക്കുന്നത്. നമ്മളെ അങ്ങ് പിടിച്ചതിൽ കയറ്റുന്ന രീതിയിലുള്ള അനൗൺസ്മെന്റ് ആണ്. അങ്ങനെ എന്തായാലും ഞാനും മുകേഷ് ശിവ ഇത് കാണാനായിട്ട് കയറിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മേളിൽ കയറി നോക്കിയപ്പോഴത്തേനും സംഗതി ഒരു കിണർ പോലെയൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കാറും 2 ബൈക്കും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചുറ്റിനും ഇരുന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ, ആൾക്കാർക്ക് ഇരുന്ന് കാണാൻ വേണ്ടിയിട്ടൊക്കെയുള്ള സെറ്റപ്പ് ഉണ്ട്. ഒരാൾ ബൈക്കും കൊണ്ട് മേളിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അയാൾ ചുറ്റി മേളിലോട്ട് കയറി വരുന്ന സമയത്ത് തന്നെ അടുത്ത പുള്ളിക്കാരനും
ബൈക്കും കൊണ്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമ്മുടെ തല്ലേ അങ്ങോട്ട് വെട്ടിപ്പൊളക്കുന്ന രീതിയിലുള്ള സൗണ്ടാണ് ഈ ബൈക്കിന്. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ കറങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലേ ചുമ്മാതൊന്നുമല്ല. ആദ്യമേ ഇവർ കൈവിട്ട് കറങ്ങും, പിന്നെ എണീറ്റ് നിന്ന് കറങ്ങുന്നു. വല്ലാത്തൊരു പണിയൊക്കെയാണ്. വേണ്ട പറഞ്ഞു തീരുന്നതിന് മുമ്പ് വേണ്ട അടുത്ത മാരുതി കാറും കൂടി ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ഇവരെല്ലാം കൂടി ഇതിനകത്ത് എന്താവൂടെ നമ്മളെ ചങ്ക് പടയ്ക്കുവാണ് കിടന്ന് കേട്ടോ. നമ്മളിതിനകത്ത് നിൽക്കുമ്പോൾ ഉണ്ടല്ലോടെ ഇത് ഭയങ്കര സ്പീഡാണ്. ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇത്തിരി ഒന്ന് സ്ലോ ആക്കി ഇട്ടതാണ് ഇതിനകത്ത് എന്താ നടക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ശരിക്കൊന്നും കാണാൻ വയ്യ, ഇതൊക്കെ ഒരു സൗണ്ട് മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടൊക്കെ പോകുന്നെന്ന് അറിയാൻ വയ്യ. ഇവരിത് എങ്ങനെ കാണുമെന്ന് അറിയാൻ വയ്യേ. നമ്മുടെ ആ നോക്കിയിട്ട് ആ കാറിനകത്തിരിക്കുന്ന ഇറക്കനാണെങ്കിൽ എണീറ്റ് നിന്ന് കയ്യും പൊക്കിയൊക്കെ നിൽക്കുന്നത്. ഇത് എങ്ങനെ കാറ് മറിഞ്ഞ് വീഴുവോ ബൈക്ക് വീഴുവോ നമ്മൾ പേടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും വല്ലാതങ്ങ് പേടിച്ചടേ. സത്യം പറഞ്ഞാൽ ഇതെങ്ങനെയും ഒന്ന് തീർന്നു കിട്ടണേന്ന് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നത്. ഇവർ കയ്യും പിടിച്ചൊക്കെ ആയിരുന്നു കറങ്ങുന്നത് കേട്ടോ. ബൈക്കും കാറും ഒക്കെ കൂടെ കൈ പിടിച്ച് കറങ്ങുന്നത്. ഇത് എന്തെങ്കിലും ഒരു നിമിഷം പാളിപ്പോയാൽ, ഒന്ന് കണ്ണ് പാളിക്കഴിഞ്ഞാൽ പിന്നെ എന്താ അവിടെ നടക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അങ്ങനെ എത്ര തവണ ഓരോ ദിവസവും ഇവർ ഈ ഒരു റൈഡ് നടത്തുന്നത്. അങ്ങനെ എന്തായാലും ഓരോരുത്തരായിട്ട് താഴെ ഇറങ്ങാൻ തുടങ്ങിയത്. ആദ്യം കാറ് പോയി, പിന്നെ ഒരു ബൈക്ക് ഇറങ്ങി, പിന്നെ അടുത്ത ആളും കൂടെ ബൈക്കിനകത്ത് ഇറങ്ങി. ഇത് കഴിഞ്ഞപ്പോഴത്തേനുണ്ടല്ലോ ഒരു മഴ പെയ്ത് തോർന്ന സുഖമായിരുന്നു കേട്ടോ. എന്നെപ്പോലെ തന്നെ ശിവയും നല്ല രീതിയിൽ പേടിച്ച് കിളി പാറി നിൽക്കുവാണ് കേട്ടോ. ഇതെന്താ ഇപ്പൊ ഇവിടെ നടന്നേന്നുള്ള ഭാവമാണ് ശിവയ്ക്ക്. എന്നിട്ട് ഞങ്ങളുണ്ടല്ലോ അടുത്ത സെഷനിലോട്ട് പോയി. അടുത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ റൈഡിന്റെ ഒരു ചെറിയ പോർഷനാണ്. പക്ഷെ പിള്ളേർ സെറ്റ് മൊത്തം ഉള്ളത് എവിടാന്നറിയാവോ? ഈ സംഗതിക്കകത്താ. എവിടെ ചെന്നാലും ഈ ഒരു സാധനം കാണും. പിള്ളേർ മൊത്തം അതിൻ്റെ അകത്തും കാണും. അപ്പൊ ശിവയ്ക്കും ഇതിൽ കയറണമെന്നുള്ള ബഹളമായിരുന്നു. അങ്ങനെ അതിൽ കയറിയിട്ടുണ്ട്. അതിൽ കയറുന്നത് മാത്രമല്ല, ഇതിനകത്ത് ഈ ബൗൺസ് ചെയ്യുന്നത് പിള്ളേർക്കൊക്കെ ഒരു ഭയങ്കര രസമാണ്. അങ്ങനെ ഒരുപാട് സമയം അവിടെയാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേനും ഈ ഒരു ജയൻ വീൽ കണ്ടത്. അങ്ങനെ ഇപ്പൊ ഈ ഒരു സ്ഥലങ്ങളിൽ ഇത് കാണാറില്ലായിരുന്നു ഒരുപാട് നാളായിട്ട്. അപ്പൊ ഇത് കണ്ടപ്പോഴത്തേനും ശിവയ്ക്ക് ഇതിൽ കയറണമെന്ന് പറഞ്ഞ് വല്ലാത്ത ബഹളമായിരുന്നു. പക്ഷെ കൂടെ കയറാനായിട്ട് ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ലായിരുന്നു. എല്ലാം പേടിച്ചോടി കേട്ടോ. അപ്പൊ ശിവ മാത്രമേ ഉള്ളായിരുന്നു ധൈര്യം സംഭരിച്ച് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾ പിന്നെ അവനെ നൈസായിട്ട് അങ്ങ് ഒതുക്കിയിട്ട് എന്ത് ചെയ്തെന്നറിയോ? ആദ്യം അവന് കയറണമെന്ന് പറഞ്ഞത് ഈ ഐറ്റം ഉണ്ടല്ലോ ഡ്രാഗൺ, അതിൽ കൊണ്ടൊരു ഇത്തിരി നേരമൊക്കെ ഇരുത്തി ഒരു റൈഡും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് സ്കൂട്ടായിട്ടുണ്ട്. അപ്പൊ ഇത് അടുത്തെന്ന് പറയുന്നത് അച്ചായിയുടെ സെഷനായിട്ട് കേട്ടോ. എവിടെ ചെന്നാലും അച്ചായിക്കുള്ള പരിപാടി ഇതെറിഞ്ഞ് കാശ് കളയലാണ്. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. വാഷിംഗ് മെഷീനും കൂളറും ഒക്കെയാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇവിടുന്ന് തുന്നമ്പാടി പോയിട്ടുണ്ട്. അടുത്ത ഏരിയയിലേക്ക് പോയി ചെടികളൊക്കെ ഉള്ള. അങ്ങനെ അച്ചാച്ചനും അച്ചാമ്മയും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. അച്ചാച്ചന് കുറെ കൃഷി ചെയ്യുന്ന സാധനങ്ങളും അച്ചാമ്മയ്ക്ക് കുറെ പൂക്കളും ഒക്കെ ഉള്ള ചെടികളാണ് വാങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ഫെസ്റ്റ് അടിച്ച് പൊളിച്ച് മടങ്ങിയായിരുന്നു ചെയ്തത്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്